ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബ്രൈഡൽ ഗൗണിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഷോർട്സ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം പലരും നമ്മളടുത്ത് പേഴ്സണലായിട്ടും പറഞ്ഞു, അതുപോലെ കമൻറ്റിലും വന്നിരുന്നു എൻ്റെ ഫുൾ വീഡിയോ ചെയ്യണമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പല പേജസിലും ഒരുപാട് ഇതുപോലത്തെ ബ്രൈഡൽ ഗൗൺസൊക്കെ കാണുമ്പം അതിൻ്റെ അടിയിലൊക്കെ ഞാൻ ഒരുപാട് കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്, സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുക എന്നുള്ളത്. പലരും പല ഭാഗം കട്ട് ചെയ്ത് ഷോർട്സ് മാത്രമാണ് ഇടുന്നത്. അപ്പോൾ നമ്മളെ പേജിൽ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ എൻ്റെ മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഗൗൺ വരുന്നത് ഡബിൾ ഫുൾ സർക്കിൾ അംബ്രല്ലയിലാണ് നമ്മൾ ഈ ഒരു ഗൗണിൻ്റെ സ്കേർട്ട് പോർഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രൈഡ് ആയതുകൊണ്ട് തന്നെ ശരിക്കും അവരുടെ ലെങ്ത്ത് വരുന്നത് 54 ആണ്. അപ്പോൾ നമുക്കിങ്ങനെ നിലത്ത് ഇങ്ങനെ കുറച്ച് അധികം ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കാൻ വേണ്ടി നമ്മൾ 60 ഇഞ്ചാണ് ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗൗണ് നമ്മൾ 50 മീറ്റർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ ഈ നെറ്റിൻ്റെ ഫാബ്രിക്, ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് 2 മീറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല റേറ്റുള്ളൊരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ് ഓർഗൻസയാണ് സ്കേർട്ടിൻ്റെ പോർഷനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. കേപ്പിനും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ പോർഷനും അതുപോലെ ഈ ഒരു ഗൗണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഓർഗൻസൻ്റെ ഗ്ലാസ് ഓർഗൻസ് തന്നെയാണ്. അപ്പോൾ അത് നമ്മളൊരു 21-22 മീറ്ററോളം നമ്മളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. ആദ്യം നമ്മൾ പ്രിൻസസ് കട്ടായിട്ടാണ് നമ്മളിതിൻ്റെ യോക്ക് പോർഷൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ വീഡിയോ എടുത്തെങ്കിലും അതൊരു ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കട്ടിങ് കാണിക്കാത്തത്. കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു പ്രിൻസസ് കട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് നമ്മുടെ ക്ലോത്തിൽ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ പാറ്റേൺ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ബാക്കിൽ സിബ് വയ്ക്കാനുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 14 ഇഞ്ചാണ് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇതുപോലെ തന്നെ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഡയറക്റ്റ് കട്ട് ചെയ്യുമ്പം ഇതുപോലെ പേപ്പർ പാറ്റേൺ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൂടി സീം അലവൻസും കൂടിയും കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം അതിൻ്റെ മെഷർമെൻറ്റിൽ കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ പോർഷൻസും ഫ്രണ്ടിലെ എല്ലാ പോർഷനിലും നമ്മൾ 1/2 ഇഞ്ച് വെച്ചിട്ട് എക്സ്ട്രാ സീം അലവൻസും കൂടിയും കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിത് എല്ലാ പോർഷൻസും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ ജോയിൻ വരുന്ന പോർഷനിലാണ് നമുക്ക് കുറച്ച് സീം അലവൻസ് വേണ്ടത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രിൻസസ് കട്ടൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ 2 സൈഡും മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ വ്യത്യാസം വരില്ല. അല്ലെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഫ്രണ്ട് പോർഷൻ ഓരോ സൈഡും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നെറ്റിൻ്റെ ഫാബ്രിക് കൂടി ഇതിൻ്റെ സെയിം അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആ ബസ്റ്റിൻ്റെ പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗമാണ് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ സൈഡുകൾ തമ്മിൽ മാറിപ്പോയാൽ നമ്മുടെ വശങ്ങൾ രണ്ടും സെയിം ആയിട്ടിരിക്കും. അപ്പോൾ പിന്നെ വീണ്ടും ഫാബ്രിക് നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് എല്ലാവരും കട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ആയിട്ട് നമ്മൾ ലൈനിങ്ങുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോട്ടൺ ലൈനിങ്, ക്രീപ്പ് ലൈനിങ് എല്ലാം നമ്മൾ സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് നല്ല സ്റ്റിഫാക്കണം. നമുക്കിത് ബ്രൈഡാണ്, നോർമൽ ഒരു ഡ്രസ്സ് പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിൽ ഫ്യൂസിങ് ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ
ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഞാൻ ഫ്യൂസിങ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് അയൺ ചെയ്തെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. ഈ ബൊട്ടിക് സ്റ്റൈലിലൊക്കെ ചെയ്യുമ്പം അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന തന്നെ ഇങ്ങനത്തെ ഷീറ്റ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു ഡ്രസ്സൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ഉള്ളൊരു സ്റ്റിച്ചിങ്ങൊക്കെ ആയിട്ട് വരുന്നത്. നമ്മളും സ്റ്റിച്ച് ചെയ്യുന്നതും സെയിം പോലെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ കറക്റ്റായിട്ട് നിൽക്കാത്തത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതുപോലെയുള്ള ചെറിയ ടിപ്സൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫ്യൂസിങ് ഷീറ്റ് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചൂടാവാനും പറ്റില്ല. ചിലപ്പം ഈ ഫാബ്രിക്കോട് കൂടി തന്നെ ആ ഷീറ്റ് ഇങ്ങോട്ട് പോരും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വെച്ചപ്പോൾ ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഷീറ്റ് ഭയങ്കര തിന്നായതുകൊണ്ട് തന്നെ പുറത്തോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ആ ഒരു വൈറ്റ് പേപ്പർ ഇങ്ങനെ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വീണ്ടും ഞാനതൊന്ന് എടുത്തിട്ട് വീണ്ടും നോക്കി, എന്നിട്ട് വീണ്ടും വെച്ചു, വീണ്ടും നല്ലപോലെ അയൺ ചെയ്തു. പിന്നെ പേപ്പർ വെച്ചിട്ട് മുകളിൽ പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കാവാൻ കുറച്ച് ടൈം എടുത്താലും അത് സ്റ്റിക്കാവുന്നുണ്ട്. പക്ഷെ ഇത് നല്ല ഒരു ഭയങ്കര നമുക്ക് ഈ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന പിടിച്ചാൽ കിട്ടാത്ത പോലത്തെ മെറ്റീരിയൽസിനൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഞാൻ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് നമ്മൾ ഡയറക്റ്റായിട്ടാണ് അത് സ്റ്റിക്ക് ചെയ്തെടുത്തത്. ഇപ്പം ഞാൻ ഫ്രണ്ട് പോർഷനിൽ ഞാൻ പേപ്പർ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ചധികം സമയം നമ്മൾ ചെയ്യണമെങ്കിലും അത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഫാബ്രിക്സ് നമ്മൾ ഈ ഗ്ലാസ് ഓർഗൻസ പോലുള്ളതൊക്കെ നമ്മൾ മുന്നേ അല്ലെങ്കിൽ ഫെൻഡി സിൽക്ക് പോലുള്ളതൊക്കെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കറക്റ്റ് അളവിന് കട്ട് ചെയ്യണതിന് മുന്നേ സ്റ്റിക്ക് ചെയ്തതിന് ലൈനിങ് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഈ മുത്തുപൊട്ടിക്കലാണ്. ഈ പേൾസും കട്ട് ബീഡ്സൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി മെറ്റീരിയൽ തന്നെ ആയിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് ഞാൻ ഒരു വഴിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തു. എത്ര കട്ട് ചെയ്തെടുത്താലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ സൂചി പൊട്ടിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ നെക്കൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കോളർ നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ഇഞ്ചാണ് നമ്മൾ 3 ഇഞ്ചാണ് നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ഇഞ്ചാണ് നെക്ക് ലെങ്ത്തായിട്ട് ഫ്രണ്ട് നെക്ക് ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. ഹൈ നെക്കാണ്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിലും എല്ലാം ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ നമ്മൾ 1 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ. ബാക്ക് നെക്ക് ലെങ്ത്തായിട്ട് നമ്മൾ 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹൈ നെക്ക് ആയതുകൊണ്ട് തന്നെ അത്രയും മതി. കോളർ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ടിലെ പോർഷൻസൊക്കെ തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സിബ്ബർ ഫോട്ടർ ഇട്ടിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, ഈ ബീഡ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഈ ലൈനിങ്ങും എല്ലാ ക്ലോത്ത്സും മെയിൻ ക്ലോത്ത്സും എല്ലാം കൂടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ടിലെ പോർഷൻസുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലും സിബും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നാൽ ഒന്നാമത് വർക്കും നടക്കില്ല, രണ്ടാമത് ഇത് കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലോത്ത്സ് എല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് ലൈനിങ്ങും എല്ലാം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ എല്ലാ പാർട്സുകളും ജോയിൻ ചെയ്തെടുത്തു. ബാക്കിലെ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കോളർ നെക്കും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. സ്ലീവ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് നമ്മുടെ യോക്കിലേക്കായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫുൾ സ്ലീവ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നോർമൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യാനും നമുക്ക് കുറേ പേൾസൊക്കെ കട്ട് ചെയ്ത് കളയാനുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട്
സമാധാനത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണം കംപ്ലീറ്റ് നമ്മൾ പിൻകുത്തി കൊടുത്തിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ പിടിക്കുന്നിടത്ത് ആവില്ല നമ്മുടെ മെറ്റീരിയൽ നിൽക്കുക. അപ്പോൾ അതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിങ് കോളറാണ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ വീഡിയോ കൂടി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 12 മീറ്റർ ഫാബ്രിക്കാണ് നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡബിൾ ഫുൾ സർക്കിളാണ്. ഒരു ഫുൾ സർക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു 6 മീറ്ററോളം ഫാബ്രിക്സ് ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഡബിൾ ഫുൾ സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരു 12 മീറ്ററാണ് നമ്മൾ ഏകദേശം കണക്ക് കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 60 ഇഞ്ച് വിഡ്ത്തുള്ള ഫാബ്രിക്കാണ്. നോർമലി നമ്മൾക്ക് കിട്ടുന്ന 42 ഇഞ്ച് വിഡ്ത്തുള്ള ഫാബ്രിക്കല്ല. അതും കൂടി ശ്രദ്ധിക്കണം. ഇതിൽ ജോയിൻസ് വരാത്ത രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജോയിൻ എന്ന് വെച്ചാൽ അടിഭാഗത്ത്, സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് നമുക്ക് ജോയിൻ്റ് വരാറുണ്ട്. അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 60 ഇഞ്ച് വിഡ്ത്തുള്ള ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വേസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 2.5 ആണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 32 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ബ്രൈഡിൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ 32 ഇഞ്ചിന് നമ്മൾ നോർമലി ഫുൾ സർക്കിൾ അംബ്രല 6.28 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഡബിളായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 32 ഡിവൈഡഡ് 12.56 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.54 ആണ്. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 2.5 ആക്കിയിട്ടാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് അംബ്രല, സ്കേർട്ടിൻ്റെ സെമി സർക്കിൾ, അതുപോലെ ഫുൾ സർക്കിൾ, ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലകൾ വെച്ചിട്ടുള്ളത്, ഫോർമുലയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു ഫുൾ സർക്കിളാണെങ്കിൽ നമ്മൾ 32 ഡിവൈഡഡ് 6.28 ആണ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് 2 ഫുൾ സർക്കിൾ ആയതുകൊണ്ട് 6.28 പ്ലസ് 6.28 അപ്പോൾ എത്രയാണ് വരിക? 12.56 ആണ് വരിക. ഇത് നമുക്ക് ശരിക്കും ക്രോസ് ഫോൾഡാണ് ഇടേണ്ടത്. ഞാനിത് ഡയറക്റ്റ് ഇങ്ങനെ ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സ്ക്വയറിലായിട്ട് ഇട്ടിട്ട് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇത് നമ്മളിനി ക്രോസ് ഫോൾഡും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ എനിക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടും കൂടിയും കൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ സ്ക്വയറിലിട്ടിട്ട് ഇതുപോലെ അംബ്രല മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്കേർട്ട് ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത് 50.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ മുകൾ ഭാഗത്ത് കട്ട് ചെയ്ത് പോകുന്നതും കൂടി കൂട്ടിയിട്ട് നമ്മൾ അത്രയാണ് എടുത്തിട്ടുള്ളത്. 14 ഇഞ്ചാണ് യോക്ക് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 48 ഇഞ്ചാണ്. പിന്നെ നമുക്ക് അതിൽ വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ 2.5 കൂടി ആഡ് ചെയ്തിട്ട് 50.5 ആണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മുന്നേ ഒരു വൈറ്റ് ഗൗണിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഡബിൾ ഫുൾ സർക്കിളാണ് നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ 2 സർക്കിളായിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് ഒറ്റ ജോയിൻ്റ് ചെയ്യേണ്ടുള്ളൂ. ഇത് വലിയവരായതുകൊണ്ട് തന്നെ നമുക്ക് 4 പീസായിട്ടാണ് ഇത് കിട്ടുക. നമുക്ക് അത്രയും ലെങ്ത്ത് വേണ്ടതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം. 4 പീസസ് നമുക്ക് എന്തായാലും ജോയിൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല കുറച്ച് കട്ടിയുണ്ട്. ഇതിപ്പോൾ സ്പീഡിൽ കൊടുത്തോണ്ടാണ് ഇത്ര സ്പീഡിൽ പോണത്, അല്ലെങ്കിൽ നമ്മൾ മെല്ലെ തന്നെയാണ് പോണത്.
അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസസുകൾ തമ്മിൽ, അതായത് ഫ്രണ്ടിൽ 2 പീസ് ജോയിൻ ചെയ്യാനുണ്ടാവും, അതുപോലെ ബാക്കിലും 2 പീസ് ജോയിൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതും കൂടി ജോയിൻ ചെയ്തെടുക്കാം. പ്ലീറ്റ്സ് ഒന്നും കൊടുക്കാതെ നമ്മുടെ സ്കേർട്ടിന് ഇതുപോലെ ഒരു ലുക്ക്, അതായത് കുറേ പ്ലീറ്റ്സ് ഉള്ള പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങുകളും എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്രേപ്പ് ലൈനിങ് നമുക്ക് അത്രയും വീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിഭാഗത്ത് നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫുൾ സർക്കിളായിട്ടാണ് കട്ട് ചെയ്യുന്നത്, ഡബിൾ എടുക്കുന്നില്ല. ഫുൾ സർക്കിളാകുമ്പോൾ നമുക്ക് അറിയാം വേസ്റ്റ് റൗണ്ടിൽ വ്യത്യാസം വരും. മറ്റേ നമ്മൾ ഡബിൾ ഫുൾ സർക്കിൾ ആയതുകൊണ്ടാണ് നമുക്ക് നേരത്തെ 2.5 കൊണ്ട് 2.5 നമ്മൾ വേസ്റ്റ് റൗണ്ടിൽ മാർക്ക് ചെയ്തത്. ഇവിടെ നമ്മൾ ഒരു ഫുൾ സർക്കിൾ മാത്രമാണ് കൊടുക്കുന്നത്, ഡബിൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ടായിട്ട് എടുക്കുന്നത് 4.69 ആണ്. അതായത് 32 ആണ് വേസ്റ്റ് റൗണ്ട്, ഡിവൈഡഡ് 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇടുന്ന ആൻസർ 4.69. അപ്പോൾ നമ്മൾ 4.6 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലെങ്ത്തും നമ്മുടെ നോർമൽ സ്കേർട്ടിൻ്റെ അത്രയും, മെയിൻ ക്ലോത്തിൻ്റെ അത്രയും നമ്മൾ ലെങ്ത്ത് എടുക്കുന്നില്ല, അതിന് കുറവായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 46 ഇഞ്ച് എടുത്തിട്ടുള്ളൂ, 48 ആണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതും കൂടി നമ്മുടെ ലൈനിങ്ങുകളിൽ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ ജോയിൻ ചെയ്യേണ്ട ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. കോട്ടൺ ലൈനിങ് ആണ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലും ക്രേപ്പ് ലൈനിങ്ങിലും ജോയിൻ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ഓൾറെഡി നമ്മുടെ ക്രീപ്പിൻ്റെ ലൈനിങ്ങിൽ നമ്മളൊരു ക്യാൻ ലൈസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു പഫിയായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും. പക്ഷെ ഞാനൊന്ന് കുറച്ച് അങ്ങനെ നിന്നോട്ടെ, ബ്രൈഡല്ലേ എന്നുള്ളതിൽ അതും കൂടിയും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിൽ ഈ സ്കേർട്ടിൽ നമ്മൾ കുറച്ച് നെറ്റിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അത് നമ്മുടെ സ്കേർട്ടിൻ്റെ ഓരോ ഭാഗത്തായിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒട്ടിച്ചു കൊടുത്തു, അതിനുശേഷം നമ്മൾ സ്റ്റിച്ചും കൂടി കൈ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടിയും ചെയ്തിട്ടുണ്ട്. സ്കേർട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആദ്യം ഞാനിതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ 7000 ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു ഒന്ന് സ്റ്റിക്കായി വരാൻ. പിന്നെ നമ്മൾ ലൈനിങ് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ക്യാൻ ഞാൻ ക്രേപ്പിൻ്റെ ലൈനിങ്ങിൽ ക്യാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമ്മൾ സ്റ്റിഫ് നെറ്റ് ഇതുപോലെ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മളടുത്ത് മിസ്സിങ് ആണ്. ഇപ്പം നമ്മൾ യോക്കും സ്കേർട്ടും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. കോട്ടൺ ലൈനിങ്ങും സ്റ്റിഫ് നെറ്റും നമ്മൾ ലാസ്റ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെച്ച് കൊടുക്കാറ്. അപ്പോൾ ഇപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് ഞാൻ കസ്റ്റമറിന് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്ന് ഇട്ടിട്ട് ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് ഫോട്ടോ എടുത്തതാണ്, വീഡിയോ എടുത്താണ് ആൾക്ക് അയക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ സ്റ്റിഫ് നെറ്റ് വെക്കുന്നതിന് മുമ്പുള്ള ഒരു ലുക്കാണ്. അതിനുശേഷം നമ്മൾ ഈ യോക്കിൻ്റെ പൊസിഷനിലും കുറച്ച് വർക്കുള്ള ഫാബ്രിക് കൂടി ഒന്ന് വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒട്ടിച്ചു കൊടുത്താലും അതിൽ നമുക്ക് ഒന്ന് കഴിച്ച് തുന്നി കൊടുക്കേണ്ടതുണ്ട്. ഇതെൻ്റെ ബാബയാണ്, ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. ഇതുപോലെ എനിക്കൊരുപാട് വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആളെടുത്ത് ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിഫ് നെറ്റ് വെച്ചതിൻ്റെ വീഡിയോ നമ്മളടുത്ത് മിസ്സിങ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൗണിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള കസ്റ്റമൈസേഷനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇനി ഇതിൻ്റെ കേപ്പിൻ്റെ കട്ടിങ്ങാണ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.